സുരേഷ് കുമാറിന്റെ വെളിപ്പെടുത്തൽ CPM എന്തെങ്കിലും കോളുകളൊക്കെ ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി കോളുകളൊക്കെ ഉണ്ടാക്കാൻ ശേഷിയുള്ള നട്ടിലുള്ള ഒരാൾ CPM ബാക്കിയില്ല എന്ന് ഞാനിപ്പോഴും കാണുന്നത്. ആര് കോളുകളൊക്കെ ഉണ്ടാക്കാൻ? അത് പാർട്ടി നേതൃത്വത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇതേ നയം തുടരും, പിണറായി ഭക്തി തുടരും, പിണറായി സ്തുതി തുടരും എന്നതുകൊണ്ട് ആണ് ജനങ്ങൾ കണ്ണൂരിലും പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒക്കെ ജനങ്ങൾ മാറ്റി വോട്ട് ചെയ്തത്. ഈ രാഗേഷും MV ഗോവിന്ദനും അതുപോലെയുള്ള ഈ കഥാപാത്രങ്ങൾ ഇറങ്ങി നടന്നാൽ ഉള്ള വോട്ടും കൂടി ഇല്ലാണ്ടാവും. അതുകൊണ്ട് CPM സ്വയം കറക്റ്റ് ആവുന്നു എന്ന് ഞാൻ വിചാരിക്കണില്ല. ഒരു ബഹളം ഉണ്ടാവില്ല, ജനങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. പക്ഷെ പ്രശ്നം അതല്ല. ഈ ചോദിച്ച ചോദ്യത്തിൽ 2011 തെരഞ്ഞെടുപ്പിൽ സജീവമായി ഇടപെട്ട ഒരാളാണ് ഞാൻ. 2006 പോലെ VS സ്ഥാനാർത്ഥിത്വം കൊടുക്കുമോ കൊടുക്കില്ലയോ എന്ന പ്രശ്നമാണ്. സത്യത്തിൽ തുടർ ഭരണം കിട്ടാൻ അർഹമായ ഒരു സർക്കാരായിരുന്നു 2011 ആ 2011 തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. മാത്രമല്ല 2009 മണ്ഡല പുനർനിർണയം കൂടി കഴിഞ്ഞ സാഹചര്യത്തിൽ തീർച്ചയായും വലിയ തോതിൽ സാധ്യത കൂടി. കാരണം അതിനനുസരിച്ച് CPM-ന്റെയും LDF-ന്റെയും താല്പര്യം അനുസരിച്ച് മണ്ഡല പുനർനിർണയത്തിൽ ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതുപോട്ടെ, അതായിരുന്നു ഇത്തവണ അവരുടെ ധൈര്യം. ഞങ്ങൾ എന്തായാലും 50 സീറ്റ് ജയിക്കുന്നൊക്കെ. അതുപോട്ടെ, പ്രധാന പ്രശ്നം എന്താ? ആ തെരഞ്ഞെടുപ്പിൽ VS സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ VS ജയിച്ചാൽ കേരളത്തിലെ പാർട്ടിയുടെ ഘടന തന്നെ മാറുമായിരുന്നു. ഉറപ്പാണ്. കാരണം VS തന്റെ അധികാരം തിരിച്ചു പിടിക്കും. അദ്ദേഹം തീരുമാനിച്ചിരുന്നു, നല്ല ഉറപ്പാണ്. സുരേഷ് കുമാർ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. സുരേഷ് കുമാറിന്റെ പുസ്തകം ഞാൻ മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ടില്ല, പക്ഷെ വായിച്ചെടുത്തോളം കാര്യങ്ങൾ കൃത്യമാണ് അദ്ദേഹം പറഞ്ഞത്. VS-ന്റെ തൊപ്പൻ ഉണ്ടായിരുന്ന ആളാ. സുരേഷ് കുമാറിനെ ആരും മറന്നു കാണില്ല എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ ഓർക്കാത്തവർക്ക് വേണ്ടി സുരേഷ് കുമാറിനെ എന്ന് പരിചയപ്പെടുത്താം. അദ്ദേഹം മൂന്നാറിലെ 3 പൂച്ചകളിൽ ഒരു പൂച്ചയായിരുന്നു. ഏറ്റവും ശൗര്യമുള്ള പൂച്ച സുരേഷ് കുമാറായിരുന്നു. മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന് VS കൃത്യമായി നിലപാടെടുത്തപ്പോൾ ആദ്യത്തെ 96 കെട്ടിടങ്ങൾ ഒഴിപ്പിക്കുമ്പോൾ ഹൈക്കോടതി പോലും ഒരു അക്ഷരം പറഞ്ഞില്ല. പരാതിയുമായിട്ട് അവിടെ ചെന്നല്ലോ, പൊളിപ്പിച്ചു. പിന്നെ നിർത്തിയത് വേറൊരു കാരണം കൊണ്ടാണ്. CBIയുടെ ഓഫീസ് രേഖയാണ് എന്ന് പറഞ്ഞതാണ്. അതും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. CBIയുടെ ഓഫീസ് നിയമപ്രകാരമാണ് എന്ന് കൊടുത്തത് രത്തൻ കേൽക്കർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ അസിസ്റ്റന്റ്. അത് അന്നത്തെ ഗവൺമെന്റ് പറഞ്ഞിട്ട് ചെയ്തായിരിക്കും. അന്നത്തെ റവന്യൂ മന്ത്രി പറഞ്ഞിട്ടുണ്ടാവും. CBIയുടെ റവന്യൂ മന്ത്രിയാണ്. റവന്യൂ മന്ത്രി പറയുന്നത് അന്ന് റവന്യൂ താഴെ കടയിൽ ഒരു സെക്രട്ടറിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കേൽക്കർ അത് പറഞ്ഞിട്ടുണ്ടാവും. റവന്യൂ മന്ത്രിയുടെ നിലപാടാണ്. റവന്യൂ മന്ത്രിക്ക് വേണ്ടി നുണ പറഞ്ഞു. ഏതായാലും സുരേഷ് കുമാർ വളരെ സത്യസന്ധമായി ജോലി ചെയ്യുകയും ആ മുന്നേറ്റം മുമ്പോട്ട് പോവുകയും ചെയ്തു. ഒരുപാട് പേർക്ക് അതിൽ ആശങ്കയുണ്ടായിരുന്നു. CPM-നകത്ത് MM മണി അടക്കമുള്ളവർ അന്ന് തകിടം മറിഞ്ഞത്. VS-ന്റെ കരുത്തുറ്റ നേതാവായിരുന്നു മണി, അല്ലെങ്കിൽ VS-നെ നേതാവായി കണ്ടിരുന്ന ആളാണ്. പക്ഷെ മണിയടക്കം മാറി ഇടുക്കി ജില്ലാ കമ്മിറ്റി ഒന്നിച്ച് പിണറായി വിജയൻ പോക്കറ്റിലാക്കിയത് മൂന്നാർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ്. ആ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആ സർക്കാരിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറുമായിരുന്നു. അത് നടത്തിയില്ല. മാത്രമല്ല, അദ്ദേഹം പറയുന്നുണ്ട്, ഈ VS-ന് പുറത്തൊരാളോട് സംസാരിക്കാൻ കഴിയാത്ത വിധം, തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത വിധം സെക്രട്ടറിയുമായി ബാലഗോപാലനും രാജേന്ദ്രനും പോലെയുള്ള ആളുകൾ ദ്വാരപാലകരെ പോലെ VS-ന്റെ 2 വശത്തും വാതിലല്ല, VS-ന്റെ 2 വശത്തും ഇങ്ങനെ അറ്റൻഷനായി നിന്നു. ഇത് ആരോടെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? കാരണം പാർട്ടി ഓഫീസിലെ ഗസ്റ്റ് അപ്പോണത്. പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു പറയും, VS ഇത് ഇന്നാളെ കണ്ടിട്ടുണ്ട്, VS-നെ കാണാൻ ഇന്നാൾ വന്നിട്ടുണ്ട്, ഇന്ന കാര്യം സംസാരിച്ചിട്ടുണ്ട്. ഒരു സ്വകാര്യതയും VS-ന് കൊടുക്കാത്ത തരത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ അന്ന് പിണറായി വിജയൻ നടത്തി. ഇപ്പോ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയനോട് ഏതെങ്കിലും പാർട്ടി നേതാവ് എന്താ സഖാവയെ കൊടരുതായ്മ ചെയ്തതെന്ന് ചോദിച്ചിട്ടില്ലല്ലോ. പാർട്ടിയാണ് ഭരിക്കുക എന്ന് അന്ന് പറഞ്ഞ്, ഇപ്പൊ മുഖ്യമന്ത്രിയാണ് ഭരിക്കുക എന്നാക്കി. അത് കിട്ടെ. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ VS-ന് അനുകൂലമായൊരു തരംഗമുണ്ടായി. അന്ന് UDF ജയിക്കാമായിരുന്നു, മാറി മാറി വരുന്ന ഘട്ടത്തിൽ. പക്ഷേ VS-ന്റെ തരംഗവും മറ്റു ചില ഘടകങ്ങളും LDF-ന് അനുകൂലമായിരുന്നു അന്ന്. അതുകൊണ്ടാണ് ഒരു വിജയത്തോട് അടുത്ത പരാജയത്തിലേക്ക് എത്തിയത്. 2 സീറ്റ് മാറിയിരുന്നുവെങ്കിൽ 68-72
3 സീറ്റ് മാറിയിരുന്നുവെങ്കിൽ തീർച്ചയായും ഭരണം LDF കിട്ടുമായിരുന്നു. അത് കിട്ടരുത് എന്ന് തീരുമാനിച്ചത് പിണറായി വിജയനും പാർട്ടിയും തന്നെയാണ്. എനിക്കറിയാവുന്ന കുറെ സീറ്റുകളുണ്ട്. ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് അറിയാവുന്ന മണലൂർ സീറ്റ്, അതുപോലെ പാലക്കാട് ജില്ലയിൽ തൃത്താല സീറ്റ്, ഇവിടെയൊക്കെ തോൽക്കുന്ന സ്ഥാനാർത്ഥികളായിട്ട്, പല സീറ്റുകളിൽ തോൽക്കുന്ന സ്ഥാനാർത്ഥികളായിട്ട് ഉമ്മൻചാണ്ടി ഭരിച്ചോട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു. UDF ഭരിച്ചാലും VS ഭരിക്കരുത് എന്ന് തീരുമാനിച്ച ഒരു പിണറായി കേരള ചരിത്രത്തിൽ ഉണ്ടായിരുന്നു, ഒരു പാർട്ടി സെക്രട്ടറി. അതാണ് സുരേഷ് കുമാർ തുറന്നു കാണിച്ചത്. ഇനി ഇതിന്റെ ചതികൾ മറ്റു പലതും പുറത്തു വരാനുണ്ട്. മൂന്നാർ ഓപ്പറേഷൻ മാത്രമല്ല, മറ്റു പല ഘട്ടങ്ങളിലും VS അനങ്ങാൻ കഴിയാതെ കൈകാൽ വെങ്ങലയിട്ട മുഖ്യമന്ത്രിയായി മുമ്പോട്ട് കൊണ്ടുപോയ ചരിത്രമുണ്ട്. ആ ചരിത്രം ഇനി വരുമ്പോൾ പിണറായി വിജയന്റെയും അന്നത്തെ പാർട്ടി നേതൃത്വത്തിന്റെയും മുഖം കൂടുതൽ വികൃതമാകാനിരിക്കുന്നു.